നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. വ്യാജ യാത്രാരേഖകളുമായി വരുന്നവരെ പിടികൂടാൻ ദുബായിൽ GDRFയുടെ ഡോക്യുമെന്റ് എക്സാമിനേഷൻ സെന്റർ. ദുബായ് വിമാനത്താവളത്തിൽ ടെർമിനൽ 1 കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മുഴുവൻ രാജ്യങ്ങളുടെയും പാസ്പോർട്ട് ഡാറ്റാബേസ് ഈ സെന്ററിൽ ലഭ്യമാണ്. വ്യാജ റെസിഡൻസി രേഖകളും വ്യാജ ലൈസൻസുകളും തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഡോക്യുമെന്റ് പരിശോധനകൾക്കായി ആഗോളതലത്തിൽ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലൊന്നാണ് ഡോക്യുമെന്റ് എക്സാമിനേഷൻ സെന്റർ. യാത്രക്കാരിൽ നിന്ന് പണം ഈടാക്കി അനധികൃത സേവനം നൽകിയ 220-ലേറെ സ്വകാര്യ കാറുകൾ പിടിച്ചെടുത്തതായി ദുബായ് RTA അറിയിച്ചു. കാർ ഉടമസ്ഥർക്ക് 3000 ദിർഹം വീതം പിഴ ചുമത്തിയതായി അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിനു സമീപം നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ കാറുകൾ പിടികൂടിയത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമാവുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് RTA പരിശോധന നടത്തിയത്. UAE റോഡുകളിലെ ഏറ്റവും കുറഞ്ഞ വേഗപരിധിയിലും താഴെ വാഹനം ഓടിച്ചതിന് കഴിഞ്ഞ വർഷം 3,147 ഡ്രൈവർമാർക്ക് 400 ദിർഹം പിഴ ചുമത്തിയതായി റിപ്പോർട്ട്. അമിത വേഗത പോലെ തന്നെ കുറഞ്ഞ വേഗതയും വാഹന അപകടങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മറ്റ് ലൈനുകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വഴി നൽകാത്തവർക്കും പിഴ ചുമത്തിയിട്ടുണ്ട്. വേനൽ കടുത്തതോടെ ദുബായിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിടുന്നു. ദുബായ് സഫാരി, എക്സ്പോ സിറ്റിയിലെ അൽവാസൽ പ്ലാസ, ദുബായ് മിറാക്കിൾ ഗാർഡൻ എന്നിവയാണ് അടച്ചിടുന്നത്. മെയ് 5 മുതൽ ഗ്ലോബൽ വില്ലേജിന്റെ സീസൺ അവസാനിപ്പിച്ചിരുന്നു. ഫുജൈറ അഡ്വഞ്ചർ സെന്റർ എമിറേറ്റ്സിലേക്കുള്ള പർവ്വത പാതകളിലേക്കുള്ള പ്രവേശനവും ഔട്ട്ഡോർ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. വേനൽക്കാലം ആരംഭിച്ചതും ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതിനാലുമാണ് ജൂൺ 1 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പർവ്വതാരോഹണത്തിലോ പർവ്വതപാതകളിലൂടെ നടക്കുന്നതോ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്നവർക്ക് 25,000 ദിർഹം പിഴയും നിയമലംഘനം ആവർത്തിച്ചാൽ 50,000 ദിർഹം പിഴയും കൂടാതെ നിയമലംഘനം നടത്തിയ കമ്പനി പൂർണ്ണമായും നിർത്തലാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ടൂറിസം സീസൺ അവസാനിച്ചതോടെ ഒമാനിലേക്കുള്ള കപ്പലിന്റെ വരവ് നിലച്ചു. ഒമാനിലെ മെച്ചപ്പെട്ട കാലാവസ്ഥ രൂപപ്പെടുന്ന നവംബർ മാസം മുതൽ മെയ് മാസം വരെയാണ് ടൂറിസം സീസണിന്റെ കാലയളവ്. ചൂടിന് കാഠിന്യം വർദ്ധിക്കുന്നതോടെ കപ്പലുകളുടെ വരവ് നിലയ്ക്കും. മന്ത്ര പോർട്ടിലിറങ്ങുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ടൂറിസം സീസൺ മുന്നോട്ടു പോകുന്നത്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.